പത്മനാഭസ്വാമി ക്ഷേത്രത്തിലെ സ്വർണം കാണാതായ സംഭവത്തിൽ ഗുരുതര സുരക്ഷാ വീഴ്ചയുണ്ടായെന്ന് വിലയിരുത്തൽ. സ്ട്രോങ് റൂമിൽ സുരക്ഷാ വീഴ്ചയുണ്ടായെന്നാണ് പോലീസ് പറയുന്നത്. റൂമിലും പരിസരത്തും സിസിടിവി ക്യാമറകളും സെക്യൂരിറ്റി ജീവനക്കാരുമില്ല. സ്ട്രോങ് റൂമിന്റെ ഓടുകൾ പഴകിയ നിലയിലെന്നും പോലീസ് കണ്ടെത്തൽ. കരാറുകാരുടെയും ജീവനക്കാരുടെയും മൊഴി രേഖപ്പെടുത്തൽ തുടരുകയാണ്. കഴിഞ്ഞ വ്യാഴാഴ്ചയാണ് ക്ഷേത്രത്തിന്റെ ശ്രീകോവിൽ സ്വർണം പൂശാൻ വെച്ചിരുന്ന 13.5 പവൻ സ്വർണം മോഷണം പോയത്. ഗോപാൽ ശീലാസനൽ വിവരങ്ങൾ നൽകാനായി ചേരുന്നുണ്ട്. ഗോപാൽ, അന്വേഷണത്തിന്റെ തുടക്കത്തിൽ തന്നെ വലിയ സുരക്ഷാ വീഴ്ചയുണ്ടായി എന്ന് മനസ്സിലാക്കുന്നു. അപ്പോൾ ക്ഷേത്രത്തിനകത്ത് തന്നെ ഉള്ള ആളുകളാണോ സ്വർണം മോഷ്ടിച്ചത് തുടങ്ങിയ തരത്തിലുള്ള നിഗമനങ്ങളിലേക്കൊക്കെ എത്തിച്ചേരുന്നുണ്ടോ, അതോ പുറത്തുനിന്ന് ആളുകളാണോ? എന്താണ് പോലീസിന്റെ പ്രാഥമിക നിഗമനങ്ങൾ? സൂചിപ്പിച്ചതുപോലെ തന്നെ ഇത് ക്ഷേത്രത്തിൽ നിന്ന് തന്നെയുള്ള ആളുകളാണോ ഇതിന് പിന്നിലെന്ന സംശയം പോലീസിനുണ്ട്. കാരണം ഈ ലോക്കർ പൊളിച്ചിട്ടല്ല മോഷണം നടത്തിയിരിക്കുന്നത്. കൃത്യമായി പറയുകയാണെങ്കിൽ ഈ ക്ഷേത്രത്തിലെ ശ്രീകോവിലിന്റെ താഴികക്കുളം സ്വർണം പൂശുന്നതിന് വേണ്ടിയുള്ള വസ്തുക്കളാണ് കാണാതായിട്ടുള്ളത്. കഴിഞ്ഞ വ്യാഴാഴ്ച, അതായത് മെയ് 7-ാം തീയതിയാണ് അവസാനമായി ഈ സ്വർണം പൂശുന്നതിനുള്ള ജോലികൾ നടന്നു വന്നിരുന്നത്. അന്ന് ഇത്തരത്തിൽ സ്വർണം പൂശിയതിനു ശേഷം പിന്നീട് ഇന്നലെ, അതായത് ശനിയാഴ്ച, വീണ്ടും ജോലിക്കാർ എത്തുകയുണ്ടായി. ഓരോ ദിവസവും പൂശുന്നതിനുള്ള സ്വർണം അതായത് സുരക്ഷാ മേധാവിയുടെയും ക്ഷേത്രം മേലധികാരിയുടെയും സാന്നിധ്യത്തിൽ ലോക്കർ തുറന്ന് തൂക്കി നൽകുകയാണ് പതിവ്. അത്തരത്തിൽ ഇന്നലെ ലോക്കർ തുറന്ന് സ്വർണം തൂക്കിയപ്പോൾ ഇത്തരത്തിൽ സ്വർണം കാണാതായി എന്ന് തിരിച്ചറിയുകയായിരുന്നു. തുടർന്ന് പോലീസിന് പരാതി നൽകുകയും ചെയ്തു. ഇപ്പോൾ നടത്തിയ അന്വേഷണത്തിൽ ക്ഷേത്രത്തിലെ സ്ട്രോങ് റൂം പരിസരത്ത് CCTV ക്യാമറകളോ സുരക്ഷാ ജീവനക്കാരോ ഇല്ല എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ആ ഒരു കാര്യം അറിയുന്ന ആരെങ്കിലും കൃത്യമായി തന്നെ പ്ലാൻ ചെയ്ത് ഇത് നടപ്പിലാക്കി എന്നതാണ് പോലീസിന്റെ പ്രാഥമിക അനുമാനം. കൂടാതെ തന്നെ ഇത് കലവറയിലെ സ്വർണമല്ല, പകരം ഈ ക്ഷേത്രത്തിലെ ലോക്കറിൽ സൂക്ഷിക്കുന്ന സ്വർണ്ണമാണ്. അതുകൊണ്ട് തന്നെ കലവറയിൽ ഉള്ള സ്വർണവുമായി ഇതിന് ബന്ധമൊന്നുമില്ല. പക്ഷെ അപ്പോഴും ഗുരുതരമായ സുരക്ഷാ വീഴ്ച എന്ന രീതിയിൽ തന്നെയാണ് പോലീസ് അന്വേഷണം മുന്നോട്ട് കൊണ്ടുപോകുന്നത്. ശരി, ഗോപാൽ ശീലാസനലാണ് വിവരങ്ങൾ നൽകിയത്.